ക്രൈം നടന്നാലും എത്ര ഫുൾ പ്രൂഫായി ആസൂത്രണം ചെയ്താലും അത് ചെയ്തവർ തന്നെ ഒരു അടയാളം, ഒരു കാൽപ്പാട് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. Were not written during the inspection of contents, his evidence lacks clarity. Evidence of PW 228 lacks clarity. ഒരു സാക്ഷിയുടെ തെളിവിൽ വ്യക്തതയില്ല. അരേ വാ, ഈ ഡയലോഗ് കൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങണം. കാരണം ആര് എന്ത് തെറ്റ് അല്ലെങ്കിൽ എന്ത് വൃത്തികെട്ട പരിപാടി അല്ലെ എന്ത് തോന്നിവാസം ചെയ്തിട്ടുണ്ടോ അതിന് എന്തെങ്കിലും നമ്മൾ ചെയ്തതിന്റെ എന്തെങ്കിലും ഒരു പതിപ്പ് അവിടെ എവിടെയെങ്കിലും കടക്കുമെന്ന് പറയുന്നത് 100 അല്ല 200 അല്ല 300 അല്ല 500% ശരിയാണ്. കാരണം കുറേ പേര് കണ്ടിന്യൂസ്ലി പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എന്നോട് ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, നീ ആദ്യം പോയ 1700 പേജ് അങ്ങ് വായിക്കേ, 1700 പേജ് വായിച്ചിട്ട് നീ നമ്മുടെ സ്വന്തം ദിലീപേട്ടന്റെ കുറ്റം പറ. എന്നാൽ ചില വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും എന്നോട് കമന്റ് കൂടെ പറയുന്നതാണ്, 1700 പേജ് ഒന്ന് വായിക്കുക, എന്നിട്ട് അതിൽ എന്താണ് പരാമർശിച്ചേ എന്നുള്ളൊരു കാര്യം സംസാരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കൊണ്ട് ഈ 1700 പേജ് വായിക്കുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴോ 1700 പേജ് വായിച്ചിട്ട് അതിലുള്ള കാര്യങ്ങൾ സംസാരിച്ചേനെ. പിന്നെ രണ്ടാമത്തത്, ഒരു കുറ്റപത്രം എന്ന് പറയുന്ന ഒരു സാധനം ഈവൻ അത് കിട്ടിയിട്ടുള്ളവരോ വായിച്ചിട്ടുള്ള ആൾക്കാർക്കും അറിയാം, അതിൽ ഒരു ലൈനിൽ തന്നെ 10 പേരുകളാ വരിക. കാരണം പേര് പരാമർശിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് P8, P24, പിന്നെ എന്താ എനിക്ക് എങ്ങനെയാ അത് നിങ്ങൾക്ക് പറഞ്ഞു തരികയെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഫോർ ആൻ എക്സാമ്പിൾ 828 CE67 എന്നൊക്കെ പറഞ്ഞിട്ട് CRIMPNO 49/2018 എന്നൊക്കെ പറഞ്ഞു. തെറ്റല്ല. പക്ഷെ നമ്മളതിങ്ങനെ ഒരു 10 സെന്റൻസ് കണ്ടിന്യൂസ് ആയി വായിക്കും, അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു 7-8 എണ്ണം വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സാധനം എന്ന് പറയുന്നത്. ഇവൻ ഇത് വായിക്കുക എന്ന് പറയുന്ന ആൾക്കാരോട് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ എന്നാലും ഇന്നലെ ഞാൻ കുറേ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോകൾ ഞാൻ ഇങ്ങനെ കണ്ടു. അതിന്റെ ഭാഗമായിട്ട് അപ്പം എനിക്ക് മനസ്സിൽ വന്ന ഒരു തോട്ടാണ്, ആദ്യം ഇതൊന്നിരുന്ന് വായിക്കണം. ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇനി കുറച്ചുള്ള വീഡിയോസ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് വന്ന് ഞാൻ കുറച്ച് വിധം ഞാൻ വായിച്ചു വന്നു. ആ വായിച്ചതിൽ എന്റെ ചിക്കുമോളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ പറയാനാണ് ഇന്നത്തെ മെയിൻ എന്റെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു തെളിവ് എന്താന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ അവസാനത്തിൽ കാണിക്കുന്നതാണ്. അതിനു മുമ്പ് ഈ ഒരു സാധനം വായിച്ചതിൽ എന്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഇവിടെ എന്റെ വീഡിയോ കാണുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ ഫിസിക്കലിയും മെന്റലിയും ഇമോഷണലിയും ഒക്കെ ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു ദിവസമാണ് നമ്മുടെ പീരിയഡ്സ് ഡേ എന്ന് പറയുന്നത്. ഫിസിക്കലി എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ബോഡി കൂടെ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭയങ്കര ശാരീരികമായിട്ട് നമ്മൾ ഭയങ്കര വീക്കാവും. അതിനു മുമ്പ് ഡിസ്ക്ലെയിമർ എന്ന നിലയിലൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഇട്ട വീഡിയോന്റെ താഴെയും ഞാൻ 2-3 കമന്റ് കണ്ടു, ചേച്ചി ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ മൂക്ക് പിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഹെയർ ഇങ്ങനെ പിടിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. ആദ്യത്തെ ഒരു കാര്യം, എന്റെ ഹെയർ ഭയങ്കര സിൽക്കി എന്ന് വെച്ചാൽ ഇങ്ങനെയാ. അപ്പൊ ഇതിങ്ങനെ മര്യാദയ്ക്ക് നമ്മളിവിടെ ഒന്ന് അടക്കി പെറുക്കി വെച്ചാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ അതിനെ ഒന്നിങ്ങനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഹെയർ പിടിക്കുന്നത്. പിന്നെ സെക്കൻഡ് തിങ്, മൂക്ക് ഇങ്ങനെ പിടിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇന്നലത്തെ ഒരു ദിവസം ഫുൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ലിറ്ററലി സ്പീക്കിംഗ്. കാരണം എനിക്ക് വയ്യായിക കൂടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് വരെ എടുത്തു വരിക. 3 ഡേയ്സിലോട്ട് ഹെവി ആന്റിബയോട്ടിക് എനിക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് ഈ കഫം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെയൊക്കെ ഇങ്ങനെ വന്ന് സൈനസ് വന്നിട്ടുണ്ട്. അതിന്റെ 2ാമത്തെ സ്റ്റേജ് എന്ന് നമ്മുടെ ഈ പുറത്ത് ഈ ഭാഗത്തായിട്ട് ചെറിയ ലിംഫ് നോട്ട്സ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വരും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ മൂക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാട്ടറി ആവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ നാക്കുന്നത്. സോ പ്ലീസ് എക്സ്ക്യൂസ്, ഇറ്റ്സ് ആൻ ഹെൽത്ത് കണ്ടീഷൻ കൊണ്ട് ചെയ്യുന്നതാണ്, അല്ലാണ്ട് വെറുതെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ എന്താ പറഞ്ഞെന്നുള്ള കണക്ഷൻ വിട്ടുപോയി, നമുക്ക് അവിടെ നല്ല ഇങ്ങോട്ട് പോകും. അപ്പൊ 1700 പേജ് വായിച്ച സമയത്ത് ഞാൻ വളരെ ഈഗർലി, അല്ലെങ്കിൽ എനിക്ക് എന്താണ് എക്സാക്ട്ലി അന്ന് സംഭവിച്ചത് എന്നറിയണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ നേരെ പോയി ഫസ്റ്റ് സെർച്ച് ചെയ്തിട്ടുള്ള അല്ലെ വായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് നമ്മളുടെ വിക്ടിംസ് ആയിട്ടുള്ള അതിജീവിത അന്ന് നേരിട്ടിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ്.
എനിക്കത് പറയുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് പേഴ്സണലി നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റില്ല. ഈവൻ പൊതുവെ പല മീഡിയ ചാനലിൽ കൂടിയും നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഓൾറെഡി അറിയാം. ഞാൻ അതൊന്നും പറയുന്നില്ല. ഞാനിവിടെ പറയാൻ വന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് സംഭവിക്കുന്ന സമയം ഷീ ഈസ്, അല്ലെങ്കിൽ ഷീ വാസ് ആണല്ലോ വരിക, പീരീഡ്സിലായിരുന്നു. പീരീഡ്സ്, ആർത്തവ സമയത്തായിരുന്നു ഇങ്ങനൊരു സാധനം ഉണ്ടായത്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആളുടെ ഒരു അവസ്ഥ. ഈവൻ എനിക്കൊക്കെ എന്റെ പീരീഡ്സ് ടൈമിൽ എന്നെ ഒരാൾ തൊടുന്നത് വരെ ഞാൻ വളരെ ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു ടൈമാണ്. നമുക്ക് ഹെവി മൂഡ് സ്വിങ്സ്, ഹെവി ആങ്കർ ഇഷ്യൂസ്, ഭയങ്കര ടയേർഡ്നെസ്, ഫിസിക്കലി ഭയങ്കര വീക്കായി നിൽക്കുന്ന ഒരു ഇത്, നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളുടെ നാപ്കിൻ മാറ്റാനും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുരുണ്ടി അടക്കാനും ഒക്കെ തോന്നുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് എ വുമൺ അണ്ടർഗോസ് ത്രൂ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ ലിറ്ററലി ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര ഷോക്കായിരുന്നു. കാരണം ഇങ്ങനൊരു ടൈമിൽ ഒരു നല്ലൊരു തള്ളയ്ക്കും നല്ലൊരു ഭാര്യയുമുള്ള ഒരു പുരുഷന്മാർ ഗ്യാങ് ആണല്ലോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ആലോചിച്ചു പോയി. കാരണം ഈ പീരീഡ്സ് ഒക്കെയാണ് ഇവനെ പോലെയുള്ള വിഷങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ആ വണ്ടീൻ്റെ ഉള്ളിലുണ്ടായിരുന്ന 6 പേരെയാണ് കേട്ടോ. ഈ 6 പേർക്കറിയാം പുള്ളിക്കാരിയുടെ അവസ്ഥ. അറിയാം, 100% അറിയാന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് അറിഞ്ഞു എന്ന് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ബാക്കി ഇത് വായിക്കാൻ ചാൻസ് കിട്ടും പറയാം. എന്നിട്ടാണ് ഈ പെർട്ടിക്കുലർ ആൾക്കാര് ഈ സ്ത്രീയുടെ നേരെ ഇമാതിരി തരത്തിലുള്ള മോശപ്പെട്ട പരിപാടി ചെയ്തത്. ലിറ്ററലി ഐ വാസ് ഷോക്ക്ഡ്. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ സത്യം പറയാം, ഞാനിങ്ങനെ നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയി പോവാന്ന് പറയില്ലേ, ലൈക്ക് ആ സമയത്ത് അണ്ടർഗോ ചെയ്തിട്ടുള്ള ഒരു പെയിൻ അല്ലെങ്കിൽ ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഞാനിങ്ങനെ പോയി. സീരിയസ്ലി ഐ വാസ് ലൈക്ക് ഇങ്ങനെ. അതിന് ശേഷമാണ് ഞാൻ ഈ കുറ്റപത്രത്തിലെ വേറെ കുറേ കാര്യങ്ങൾ വായിച്ചത്. അതിൽ ഞാൻ വായിച്ചിട്ടുള്ള ഒരു സാധനം, എനിക്കത് സൈഡ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലീഗൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടേ ഞാൻ സൈഡ് കൊടുക്കൂ. 1322 പേജിൽ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആരെയും കയ്യിൽ ആ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ 1700 പേജ് വായിക്കില്ലെങ്കിലും 1322 പേജ് അങ്ങൊന്ന് വായിച്ചു നോക്ക്. അതിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, okay, before that admittedly on 15/12/2017 accused number 8 along with his lawyers verified the content in the presence of PW 228 at the chamber of the learned magistrate. Another admitted fact is the copy of memory card was not served to the accused. ഈ ഒരു സാധനം നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയി എന്നറിയില്ല. അതിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ വായിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം എനിക്ക് വായിക്കാനുള്ള പെർമിഷൻ ഉണ്ട് എന്ന് അറിയില്ല. ഇഫ് അതിനുള്ള പെർമിഷൻ ഇല്ലെങ്കിൽ ഐ വിൽ ബി കട്ടിങ് ദാറ്റ് പെർട്ടിക്കുലർ പോർഷൻ, എന്നിട്ടായിരിക്കും ഞാൻ ബാക്കി പറയാം. പക്ഷെ 1322 പേജിലുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കുന്നത്. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ എട്ടാം പ്രതി ആരാന്നറിയാലോ. 8ാം പ്രതി ഇവിടുന്ന് ഇറങ്ങി ഇപ്പൊ ഫ്രീ ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ വേണ്ട, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി, ദിലീപിന്റെ അഡ്വക്കേറ്റും കൂടെ, ദിലീപ് ഒരു പോയിന്റ് അല്ലെ അഡ്വക്കേറ്റിനെ ബേസ് ചെയ്തിട്ട് കോടതിയിൽ ഒരു സാധനം വെക്കുകയാണ്, എനിക്ക് ഈ പെർട്ടിക്കുലർ വീഡിയോ കാണണം എന്നുള്ളത്, അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കാണണം എന്നുള്ളത്. കോടതി അപ്ലൈക്ക് പറഞ്ഞു, ആ കണ്ട മോനെ, അതിനെന്താ പ്രശ്നോ, നീ കാണണം ഉത്തേ. കോടതി അതിന് പെർമിഷൻ കൊടുത്തു. ആൻഡ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ലോയേഴ്സിന്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ പ്രസൻസിൽ പുള്ളിക്കാരൻ ആ വീഡിയോ ഇരുന്ന് കണ്ടു. പൊളിഷാണം. ഞാനതിപ്പോഴാ വായിച്ചേ. ഞാൻ ആ പെർട്ടിക്കുലർ സാധനം ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലിട്ട് മലയാളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ പറയുന്നതാണ്, 15/12/2017 PW 228ന്റെ സാന്നിധ്യത്തിൽ പഠിച്ച് മജിസ്ട്രേറ്റിന്റെ ചാമ്പറിൽ 8ാം നമ്പർ പ്രതിയും എന്നുവെച്ചാൽ ദിലീപും അദ്ദേഹത്തിന്റെ അഭിഭാഷകരും ചേർന്ന് ഉള്ളടക്കം പരിശോധിച്ചു. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ആ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കാണണമെന്ന് 8ാം പ്രതി പറയുകയും കോടതി ജഡ്ജി അതിനുള്ള പെർമിഷൻ കൊടുക്കുകയും പെർമിഷൻ കിട്ടിയതിന്റെ ഭാഗമായി 8ാം പ്രതിയും അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ്സും കൂടി ഇരുന്ന് ആ പെർട്ടിക്കുലർ വീഡിയോ മുഴുവൻ കണ്ടു. അവിടെ
അതിജീവിത എന്ന് പറയുന്ന വ്യക്തി ഇത് അറിഞ്ഞിട്ടില്ല. അതിജീവിതയുടെ ലോയറും ഇത് അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ഇവര് തന്നെ പെർമിഷൻ കൊടുത്തിട്ട് ഇവര് തന്നെ ഇരുന്ന് കണ്ടു. നാണല്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്, നാണല്ലേ? നിങ്ങൾ ഈ കാണിക്കാൻ മാത്രം ഇത് എന്ത് ഡാഷത്തെ വീഡിയോ ആണിത്? എന്ത് കോക്കനട്ടുള്ള വീഡിയോ ആണിത്? ഞാനത് ആലോചിക്കുന്നത്. ഓപ്പോസിറ്റിലാണ്ട് പെർമിഷൻ ഇല്ലാണ്ടാണ് 8ാം പ്രതിക്ക് വീഡിയോ. അല്ല, 8ാം പ്രതിക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യം എന്താ? ഈ വീഡിയോ കണ്ടതിൽ കൂടെ 8ാം പ്രതിക്ക് എന്താ കിട്ടുന്നത്? ഒരു കോപ്പി ഓൾറെഡി അവിടെ എത്തിയിട്ടില്ലേ? അതിന്റെ കുറച്ച് പകർപ്പ് അവിടെ അത് നമ്മൾ പറയാം. പിന്നെ എന്തിനാ വീഡിയോ കാണേണ്ട ആവശ്യം? എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് വൃത്തികെട്ട പരിപാടി. ഇവൻ ഇത് കണ്ടിട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഞാൻ ഇതേ പേജുകൾ എൻ്റെ കുറെ കോണ്ടാക്റ്റിലുള്ള 3-4 പേർക്ക് അയച്ചു കൊടുത്ത് അവരെ കയ്യിൽ നിന്ന് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ ഈ പെർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് ഞാൻ ആലോചിക്കുന്നത്. ആൻഡ് അത് കാണാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ള ഒരു കോടതി. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇനി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വായന്ന് പലതും വീണു. നിങ്ങളൊന്ന് കോമൺ സെൻസിൽ ആലോചിച്ച് നോക്ക്. ഒരു കോടതി ചെയ്യുന്ന പരിപാടിയാണോ ഇത്? അല്ല, ഒരു കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണോ ഇത്? ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയിപ്പോയി. പ്രതി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് കാണാനുള്ള ഒരു അവസരം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കാണാനുള്ള മനോഭാവം പ്രതിക്ക് ഉണ്ടായിരുന്നല്ലോ. അത് ചോദിച്ച മനോഭാവം ദിലീപിന് ഉണ്ടായിരുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് ദിലീപ് ഇത് കാണണം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ദിലീപ് കാണണം എന്ന് പറഞ്ഞാൽ ഇത് ഫേക്ക് ആണോ, മാനിപ്പുലേറ്റഡ് ആണോ, അല്ലെ പറയുന്നത് പോലെ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, അല്ലെ കാരണം പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി അതിജീവിതനോട് ചിരിച്ചിട്ടാണ് പല കാര്യങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് കോടതിയുടെ മുമ്പിൽ കൺവിൻസ് ചെയ്യാനായിരിക്കും അവള് ചിരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, എന്തിനാണ് എനിക്ക് അറിയില്ല. അല്ലാണ്ട് ഈ 8ാം പ്രതിക്ക് ഈ വീഡിയോ കാണേണ്ട ആവശ്യം എന്താന്നുള്ളത് ലിറ്ററലി ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. സീരിയസ്ലി ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ കുറെ ഇരുന്ന് ആലോചിച്ചു, കുറെ ഇരുന്ന് ഞാൻ ഇനി കാരണം ഇങ്ങനെ ഒരു സാധനം ഇട്ട എന്ത് കമന്റാ നിങ്ങൾ താഴെ തരാൻ പോകുന്നതെന്നുള്ളത്. ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ് എന്ന് വെച്ചാൽ ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്. ബിക്കോസ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഈ കോടതിയിൽ നടക്കുന്നത്. സീരിയസ്ലി പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്നതിന്റെ ഒരു എക്സാക്ട് മീനിങ് ആണിത്. ഒരു സാധാരണക്കാരനാണ് ചോദിച്ചെങ്കിൽ കാണിച്ചു കൊടുക്കുമോ? ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അത് വലിയ ഡിസ്കഷൻ ആക്കിയേനെ. ഇവിടെ ആരാ ഇത് അറിഞ്ഞത്? എന്തായാലും ഇത് ഇട്ടത് കൊണ്ടാണ് അറിഞ്ഞത്, ഇല്ലെങ്കിൽ ഇത് അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഒരു പെർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു തെളിവ് ഇപ്പൊ കറന്റ്ലി പുറത്തു വന്നിട്ടുണ്ട് എന്ന്. അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്ലൈമാക്സിന്റെ ഭാഗമായ ഒരു രംഗമാണ് നാം ഇപ്പോൾ കണ്ടത്. ഈ സീനിൽ മമ്മൂട്ടി പറയുമ്പോൾ ഒരു തെളിവ്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതി ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ മെനഞ്ഞെടുത്ത തെളിവല്ല, അവർ അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവല്ല, 8ാം പ്രതി അങ്ങോട്ട് കൊണ്ടുകൊടുത്ത തെളിവ്. 8ാം പ്രതിയെ ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിലാക്കാൻ പോകുന്ന വിധമുള്ള ഒരു തെളിവ്. 1710 ന്യൂസ് ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പേജിൽ അപ്ലോഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവൻ കുറേ പേര് ഈ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടോ കണ്ടില്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ന്യൂസ് ബുള്ളറ്റ് പേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ന്യൂസിന്റെ കുറച്ചും കൂടെ ഒരു അറിവ് കിട്ടും. കുറച്ച് ലെങ്തി വീഡിയോസ് ആണ്. എനിക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ട് ഈ വീഡിയോയിൽ വെക്കുന്നുള്ളൂ. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ് പെർട്ടിക്കുലർ പേജ്. കാരണം ഒരു പ്രൂഫ് സാധനം ഫ്രണ്ടോട്ട് കാണിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അപ്പൊ ഞാൻ ഈ ഒരു സാധനം കാണിക്കുന്ന എന്റെ വ്യൂവേഴ്സിൽ ആരെങ്കിലും ഒരാൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. 14 പേജുള്ള വിധിന്യായത്തിൽ നിർണായകമായ ഈ തെളിവ് എങ്ങനെ തള്ളിക്കളഞ്ഞു എന്നാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടിയെയാണ് ഓൺ എ പെരൂസൽ ഓഫ് ദി എവിഡൻസ് ഓഫ് PW 228, though he stated that the images were not written during the inspection of contents, his evidence lacks clarity. Evidence of PW 228 lacks clarity. ഒരു സാക്ഷിയുടെ തെളിവിൽ വ്യക്തതയില്ല. തെളിവ് എന്ന് പറഞ്ഞ് മെയിനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാധനത്തെ കുറിച്ച് കടുതി പറഞ്ഞത് ഇതിന് ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ വാട്ട് ഇസ് ദാറ്റ്, വ്യക്തതയില്ല റൈറ്റ്. അങ്ങനെ ഇല്ല. ഇവിടെ എത്രയേ സംഭവമുള്ളൂ. എന്ത് തെളിവ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും 8ാം പ്രതിക്ക് അഗെയിൻസ്റ്റ് എന്ത് തെളിവ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നെങ്കിൽ വ്യക്തത ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇനി ആ തെളിവല്ല, അത് തെളിവായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം കോടതിന് ഒരിക്കലും നമുക്ക് കുറ്റം, അത്രയ്ക്ക് പവർഫുൾ ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു തെളിവും ഇല്ലെങ്കിലാണ് കോടതിക്ക് അവാർഡ് കൊടുക്കേണ്ടത്. ഇതാണ് കോടതിയുടെ നിരീക്ഷണം. ഈ തെളിവിന് വ്യക്തത ഉണ്ടായിരുന്നെങ്കിലോ?
അതൊരു ചോദ്യമാണ്. അതിനേക്കാൾ പ്രധാനമാണ് മറ്റൊരു ചോദ്യം, വ്യക്തത ഉണ്ടായിരുന്നിട്ടും വ്യക്തതയില്ലെന്ന് ബോധപൂർവം പറഞ്ഞിട്ടുണ്ടോ? ആരാണ് ഈ PW228? വ്യക്തതയില്ല എന്ന് കോടതി കണ്ടെത്തിയ ആ തെളിവ് മൊഴി എന്താണ്? ഈ കേസിൽ 2017 ഫെബ്രുവരി 17 നടിയെ ആക്രമിച്ച് പൾസർ സുനി പകർത്തിയ ആ ദൃശ്യങ്ങളുടെ ഫയൽ നമ്പർ സഹിതം, ആ ദൃശ്യങ്ങളുടെ സെക്കൻഡ് ബൈ സെക്കൻഡ്, ഫ്രെയിം ബൈ ഫ്രെയിം, ഡയലോഗ് ബൈ ഡയലോഗ്, ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷന്റെ 4 ഇമേജുകളാണ് അനൂപിന്റെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. 4 ഫോട്ടോകൾ. അവിടെ ആ സ്മാർട്ട് ഫോൺ 8ാം പ്രതിയെയും സംഘത്തെയും ചതിച്ചു. ഫോണിലെ ക്യാമറ സെറ്റിംഗ്സിൽ സേവ് ലൊക്കേഷൻ, ലൊക്കേഷൻ ടാഗ്സ്, GPS ടാഗ്സ് എന്നൊക്കെ കാണും. ഇതിലേതോ ആ ഫോണിൽ ഓൺ ചെയ്തിട്ടിരുന്നു. അതുകൊണ്ട് ആ ഫോട്ടോയ്ക്കൊപ്പം ഫോട്ടോയുടെ ജിയോ ടാഗ് പതിഞ്ഞു. എവിടെ വെച്ചാണ്, എപ്പോഴാണ് എടുത്തത് എന്ന കൃത്യമായ ലൊക്കേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടി. 2017 ഡിസംബർ 30 രാവിലെ 11:38 8ാം പ്രതി ദിലീപിന്റെ വീടായ പത്മസരോവരത്തിൽ വെച്ച് എടുത്ത ഫോട്ടോകളാണവ. അതായത് പ്രൈമറി എവിഡൻസ് ആയ മെമ്മറി കാർഡ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പ്രൈമറി എവിഡൻസിലുള്ള ദൃശ്യങ്ങളുടെ ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ കൃത്യം നടന്ന ഏതാനും മാസങ്ങൾക്കകം 8ാം പ്രതി ദിലീപിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കുന്ന രേഖ. മനസ്സിലായോ? ഇതാണ് സംഭവം. ഈ അനൂപ് ആരാന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ദിലീപ് എവിടെയുണ്ടോ അവിടെ അനൂപ് ഉണ്ട്, അനൂപ് എവിടെയുണ്ടോ അവിടെ ദിലീപ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ. കാരണം എന്താന്ന് വെച്ചാല് ആ ഓടി വരലും, ആ കെട്ടിപ്പിടിക്കലും, ആ ലഡു കൊടുക്കലും, ആ കേക്ക് കട്ടിയലും, ഇതാണ് ആരവം, ഇതാണ് ആരവം എന്ന് പറഞ്ഞാൽ പുറകെ കടന്നുള്ള ഈ കളിച്ച ഈ അനൂപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് അന്നത്തെ ദിവസം നടന്നിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചർ, ദൃശ്യ, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നടന്നിട്ടുള്ള കാര്യത്തിന്റെ വിവരണം ഉപയോഗിച്ചിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ആ പിക്ചർ എടുത്തിരിക്കുന്ന ലൊക്കേഷൻ വരുന്നത് ദിലീപിന്റെ സ്വന്തം വീട്ടിൽ നിന്നാണ്. പക്ഷേ ആ ഒരു സാധനം തെളിവായി സബ്മിറ്റ് ചെയ്തത് കോടതിക്ക് വ്യക്തതയില്ലാണ്ടായി പോയിട്ടുണ്ട്. വ്യക്തതയില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇതൊരു മെയിൻ തെളിവാണ്. എങ്ങനെ ആ ഇമേജ് ഫോട്ടോസ് എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഫോണിൽ എത്തി. ആൻഡ് സെക്കൻഡ് തിങ്, അത് എങ്ങനെ സരോവരം എന്ന് പറയുന്ന ലൊക്കേഷനിലെ ആ ഒരു ഏരിയയിൽ വന്നു. ഇതൊക്കെ ഒരിക്കലും തെളിവല്ല. കോടതിക്ക് ഇതൊന്നും ഒരിക്കലും ഒരു തെളിവല്ല. നമ്മളതാ പറഞ്ഞ, ഏത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഒരു പതിപ്പ് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. സിനിമയിലാവുമ്പോൾ ഈ പതിപ്പിൽ നിന്നായിരിക്കും ബാക്കി കഥ ഫ്രണ്ടോട്ട് പോയിട്ട് ക്ലൈമാക്സ് നമ്മൾ ഓഡിയൻസ് ക്ലാപ്പ് അടിക്കുന്ന പോലെ വരിക. പക്ഷെ റിയൽ ജീവിതത്തിൽ ഇത് വ്യക്തത അല്ലാത്ത സാധനമായിട്ട് അങ്ങ് മാറും. കാരണം ഇതിന് വ്യക്തത ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നേ? വ്യക്തത ഇല്ലാത്ത സാധനമാണിത്. മനസ്സിലായോ? വീഡിയോ കാണണമെന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങൾ വീഡിയോ വരെ കാണിച്ചു കൊടുക്കും. ആ ഞങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത് ഇതിന് വ്യക്തത ഉണ്ടോയെന്ന്. അല്ലാണ്ട് എന്തുവാ ഇതിനെപ്പറ്റി പറയേണ്ടത്? നമുക്ക് ഒരു സാധനം പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു കറക്റ്റ് നീതി കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇതിന് റൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മളുടെ ഒരു പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് പോകും. ഒരിക്കലും തെളിയിക്കരുത്. ഇതിന് സത്യം ആരും അറിയരുത്. അങ്ങനെയൊന്നും ഇതിന് വിജയം ഉണ്ടാവരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇക്ഷ ഇണ്ണ ഇമ്മ ഇച്ഛ വരച്ചിട്ടുണ്ടെങ്കിലും ഇതിനൊരു തീരുമാനം ആവില്ല. ഓക്കെ, ആണ് നാം നേരത്തെ കേട്ട ആ സൂപ്പർ താര ഡയലോഗിൽ പറഞ്ഞതുപോലെ ഏതോ ഒരു അദൃശ്യ ശക്തി പ്രോസിക്യൂഷനെ ഏൽപ്പിച്ചത്. ആ രേഖ പത്മസരോവരം എന്ന 8ാം പ്രതിയുടെ വീട്ടിൽ കൊണ്ടുവച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരല്ല, ബി സന്ധ്യ IPS ബൈജു പൗലോസോ അല്ല, മഞ്ജു വാര്യരോ ശ്രീകുമാർ മേനോനോ അല്ല. അനൂപിന്റെ ഫോട്ടോയിൽ പതിഞ്ഞ ആ ഡോക്യുമെന്റ് 8ാം പ്രതിയുടെ വീട്ടിൽ എങ്ങനെ വന്നു? വിശദീകരിക്കേണ്ടത് 8ാം പ്രതിയാണ്. ഇത് സംബന്ധിച്ച് എന്താണ് പ്രതിഭാഗത്തിന്റെ വിശദീകരണം? ആ വിശദീകരണം മറ്റൊരു നാടകത്തിന്റെ കൂടി ചുരുളഴിക്കും. 2017 ഡിസംബർ 15, അതായത് അനൂപ് പത്മസരോവരത്തിൽ വെച്ച് ഈ ഫോട്ടോകൾ എടുക്കുന്നതിന് 15 ദിവസം മുമ്പ് 8ാം പ്രതിയും അഭിഭാഷകരും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവിടെ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ 8ാം പ്രതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് ആ ദൃശ്യങ്ങളുടെ വിശദീകരണം സ്വന്തം കൈപ്പടയിൽ കുറിച്ചെടുത്തിരുന്നുവെന്നും ഈ കുറിപ്പിന്റെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു, എത്ര പേര് നോട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ വീഡിയോ കാണാൻ പോയില്ലേ? വീഡിയോ കാണാൻ പോയ സമയത്ത് നമ്മളൊരു പേപ്പർ എടുത്തു കേട്ടോ. നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു.
വരുന്നു, പിടിക്കുന്നു, ഇതാക്കുന്നു, അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. കാരണം എന്നാൽ മാത്രമേ ഈ പീസ് വെച്ചിട്ട് നമുക്ക് പെണ്ണിനോട് ചോദിക്കാൻ പറ്റൂ. അതിന്റെ കുറിപ്പാണ് ചേട്ടന്റെ ഫോണിൽ എത്തിയത്. മനസ്സിലായോ? അതിന്റെ കുറിപ്പാണ് എത്തിയത്, വേറെ ഒന്നുമല്ല. വീഡിയോ കണ്ട സമയത്ത് എടുത്തതിന്റെ കുറിപ്പാണ് അവിടെ എത്തിയിട്ടുള്ളത്. അതാണ് അവരുടെ വാദം. കാരണം ഇത് ചോദിച്ച സമയത്ത് അതാണ് വാദം. കോടതി വ്യക്തതല്ല ഗൈസ്, വ്യക്തതല്ലേ, കാരണം ഇത് വ്യക്തിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഓക്കെ ബൈ, ഇതാണ് വാദം. എനിക്ക് തോന്നുന്നു എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണല്ലേ. നമ്മൾ സൗത്ത് ഇന്ത്യക്കാരാണല്ലോ, അതുകൊണ്ട് നമുക്ക് അരിയാഹാരമാണ് ഉണ്ടാവുക. ഉച്ചയ്ക്കൊക്കെ ചോറാണ്. എനിക്കിന്നിപ്പോൾ അമ്മ പറഞ്ഞ ദോശയാണ്. കാരണം മരുന്നുണ്ട്, ആന്റിബയോട്ടിക്, ഹെവി ആന്റിബയോട്ടിക്, അങ്ങ് തളർന്നു പോകും. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞത് അമ്മ ഭക്ഷണം കഴിക്കുക, അരിയാഹാരം കഴിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്, വേറൊന്നും അല്ലല്ലോ. നമ്മുടെ മൈബോ സിനിമയിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗത്തെ സാധനമൊന്നും അല്ലല്ലോ ചില ആൾക്കാര്. കാരണം വ്യക്തത അല്ലാത്തതുകൊണ്ട് ചോദിച്ചേ. ETP കോപ്പിയാണ് താൻ ഫോട്ടോ എടുത്തത് എന്നുമാണ് അനൂപിന്റെ വാദം. ഈ മെമ്മറി ചോദ്യം അന്ന് 2017 ഡിസംബർ 15 അങ്കമാലി കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങളുടെ ഓഡിയോ വിഷ്വൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയിരുന്നോ? അതിന് കഴിയുമായിരുന്നോ? അന്ന് പ്രതിഭാഗം അഭിഭാഷകരുടെ സംഘത്തിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് ഈ വീഡിയോകൾ കണ്ടുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ കുറിച്ചെടുത്തിരുന്നു എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അങ്ങനെ 1 മണിക്കൂർ കോടതിയിലിരുന്ന് ഇത്ര പെർഫെക്റ്റ് ആയി ഈ ഡോക്യുമെന്റ് കുറിച്ചെടുക്കാൻ കഴിയുമോ? അത് മനുഷ്യ സാധ്യമാണോ? ഫോറൻസിക് വിദഗ്ധർ ഈ സംശയത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആ വിഷ്വലുകളിലെ ശബ്ദങ്ങൾ മാത്രം ട്രാൻസ്ക്രൈബ് ചെയ്യാൻ ലാബിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ 48 മണിക്കൂറിലേറെ വേണം. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ 8 ഫയലുകളുണ്ട്. ഈ 8 ഫയലുകളുടെയും ഓഡിയോ വിഷ്വൽ ട്രാൻസ്ക്രിപ്ഷൻ ഫോറൻസിക് വിദഗ്ധർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ പക്കയായ ഡോക്യുമെന്റ് ആണ് അനൂപിന്റെ ഫോണിൽ കണ്ട ആ ഇമേജുകളിലുള്ളത്. സമാന ഡോക്യുമെന്റ് തയ്യാറാക്കിയ വിദഗ്ധർ പറയുന്നു, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കി ശബ്ദം മാത്രം, ഓഡിയോ ഡിസ്ക്രിപ്റ്റ് മാത്രം ഇതുമാതിരി തയ്യാറാക്കാൻ ഒരു ലാബിന്റെ സഹായമുണ്ടെങ്കിൽ 48 മണിക്കൂർ വേണമെന്ന്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഓഡിയോ എൻഹാൻസ് ചെയ്യാൻ സൗകര്യമുള്ള ലാബില്ല. നഗരമധ്യത്തിലാണ് ആ കോടതി. വാഹനങ്ങളും മനുഷ്യരും ഉണ്ടാക്കുന്ന ശബ്ദകോലാഹലങ്ങൾക്ക് നടുവിലിരുന്നാണ് അഭിഭാഷക സംഘം ആ വിഷ്വലുകൾ കണ്ടത്. അതും കഷ്ടിച്ച് 1 മണിക്കൂർ അവിടെ ഇരുന്ന് ആ വിഷ്വലുകളുടെ ഓഡിയോ വിഷ്വൽ ഡോക്യുമെന്റേഷൻ വെള്ള പേപ്പറിൽ കുറിച്ചെടുത്തു എന്ന് പറയുന്നത് പച്ച കള്ളമാണെന്ന് ആർക്കും മനസ്സിലാകും. ഇവിടെയാണ് നാം നേരത്തെ പറഞ്ഞ PW 228 എന്ന സാക്ഷിയുടെ ഞാൻ ഈ ഒരു സാധനം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വളരെ വ്യക്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് ആള് പലതും ഈ കേസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിൽ പറഞ്ഞ ഇമേജിനെ ന്യായീകരിച്ച സമയത്തും ഇവർ പറയുന്നത് ഇത്ര എളുപ്പത്തിലൊന്നും ഈ ഇമേജ് പോലെ ഇത് സാധനം ഉണ്ടാക്കൽ പോസിബിൾ അല്ല എന്നുള്ളത്. ആൻഡ് അഥവാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിലും ക്ലാരിറ്റി ഉള്ള ഇമേജാണ് അവിടെ എത്തിയിട്ടുള്ളതെന്ന്. ഇങ്ങനെയൊക്കെ എന്തായാലും നമ്മളുടെ അതിജീവിതയുടെ സൈഡിലുള്ള വക്കീൽ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് കേൾക്കാനോ അത് ഉൾക്കൊള്ളാനോ ഉള്ള മനസ്സ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആളൊന്നുമേ പറയില്ല. ആള് വ്യക്തത എന്ന് മാത്രമേ പറയൂ. ഇതിലും കൂടുതൽ വ്യക്തത എന്താ കൊണ്ടുവരണ്ടേ എന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇവിടുന്നാ കൊണ്ടുവരണ്ടേ എന്നുള്ളത്. ഞാൻ ആലോചിക്കുന്നത് ഇത്രയൊക്കെ തെറ്റും തെണ്ടിത്തരവും ചെയ്തിട്ട് പുറത്തിറങ്ങി പോയിട്ട് എങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റുമെന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. റീസെന്റ് ഞാനൊരു വീഡിയോ കണ്ടു, ഏതോ ഒരു നടീനെ നോക്കി പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. അത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കുറച്ച് പേരൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഞാനത് ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ വേണേൽ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇങ്ങനെ എന്തോ ഒരു സാധനം ഞാൻ കണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ ഇമാതിരി പണിയൊക്കെ ചെയ്തിട്ടും പുറത്തിറങ്ങാനും അവിടെ നിൽക്കാനും. പക്ഷെ ഞാൻ പറയട്ടെ, എത്രയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും ആ ഫേസിൽ ആ പണ്ടത്തെ ഒരു തേജസ്സും ഓജസ്സും ഒന്നും ഞാൻ കാണുന്നില്ല. ഇപ്പൊ ഈ അടുത്ത് ഈ ബബ്ബാന്റെ എന്തോ ഒരു തിയേറ്റർ റെസ്പോൺസിന് വേണ്ടിയിട്ട് എങ്ങാനും വന്നൊരു പീസ് ഞാൻ ദിലീപിന്റെ കണ്ടിരുന്നു. അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ദിലീപിന്റെ ഫേസിലൊരു സന്തോഷമോ അല്ലെങ്കിൽ ഉള്ളൊരു പ്രസന്നതയോ ഒന്നും ഇപ്പൊ കാണുന്നില്ല. ഇനിയിപ്പോ മേ ബി ചിലപ്പം അത്രയും കാലം ഇങ്ങനത്തെ കേസിൽ കൂടെ കടന്നു പോയതിന്റെ മാനസിക പ്രശ്നമായിരിക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ആലോചിക്കും, നമുക്ക് തോന്നുന്നത് ഉള്ളിൽ എന്തൊക്കെയൊക്കെയോ ഉള്ളത് കൊണ്ടുള്ള ഒരു ഇതാണ്. കാരണം അങ്ങനെയെങ്കിലും കുറ്റബോധം അങ്ങനത്തെ എന്താ ഇമോഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യട്ടെ കരുതി പറയാം. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. പ്രാധാന്യവും പ്രസക്തിയും. നടിയെ ആക്രമിച്ച് പൾസർ സുനി ചിത്രീകരിച്ച ആ ദൃശ്യങ്ങൾ 8ാം പ്രതിയും സംഘവും 2017 ഡിസംബർ 15 അങ്കമാലി കോടതിയിലിരുന്ന് കണ്ട ആ സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷി
APP ആയിരുന്ന അഡ്വക്കേറ്റ് പ്രസൂൺ ബെന്നി. കോടതിയിലിരുന്ന് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് അതിന്റെ ഡിസ്ക്രിപ്ഷനും എഴുതിയെടുത്തിരുന്നോ എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു സാക്ഷി 2023 ജനുവരി 19 ഈ സാക്ഷിയെ വിസ്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൊഴി ന്യൂസ് ബുള്ളറ്റ് കേരള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിൽ നിന്ന് സംഘടിപ്പിച്ചു. അതാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എക്സിബിറ്റ് P468 എന്ന തെളിവ്, അതാണ് അനൂപിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ഡോക്യുമെന്റിന്റെ ഇമേജ്. ആ ഇമേജ് ലാപ്ടോപ്പിൽ സാക്ഷിയെ പ്രോസിക്യൂഷൻ കാണിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഈ കാണുന്ന രേഖകളിൽ കാണുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് എഴുതിയിരുന്നോ? സാക്ഷിയുടെ ഉത്തരം ഇങ്ങനെ: എന്നെ ഇപ്പോൾ കാണിച്ച ഫോട്ടോസ് കുറെ ഫയൽ നെയിമിന്റെ പേരും ഡീറ്റെയിൽസും എഴുതിയിരിക്കുന്നതാണ്. ഓരോ ഫയലും കണ്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്രകാരം അവിടെ വെച്ച് എഴുതാൻ സാധ്യതയില്ല, പറ്റത്തില്ല. ഈ സാധ്യതയില്ല, പറ്റത്തില്ല എന്നീ രണ്ട് വാക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്തു വെക്കണം. ബാക്കി അങ്ങോട്ടൊന്നും പറയാനില്ല. ആദ്യം തന്നെ ഈ ഇമേജിൽ കണ്ടിരിക്കുന്നത് ഓരോ ഫയലിന്റെ പേരും കാര്യങ്ങളുമാണ്. ഇവർക്ക് ആകെ 1 മണിക്കൂറാണ് ഈ വീഡിയോ കാണാൻ കിട്ടിയത്. അത് തന്നെ ഏറ്റവും വലിയ ഡാഷാണ്. ആ 1 മണിക്കൂർ ടൈം കിട്ടുന്ന സമയം ഓരോ ഫയലിന്റെ ഇമേജും എഴുതാനുള്ള ടൈം കിട്ടിയിട്ടില്ല, സാധ്യതയില്ല, പറ്റില്ല എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് തിങ് വീഡിയോ കാണിക്കുക ഏറ്റവും വലിയ മോശമായ പരിപാടി. വീഡിയോ കണ്ടതിന് ശേഷം അത് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് ആ ഡിസ്ക്രിപ്ഷന്റെ ഫോട്ടോ അനൂപിന്റെ ഫോണിൽ കാണുക എന്ന് പറയുന്ന അടുത്തത്. അനൂപിന്റെ ഫോണിൽ നിന്ന് ഇവരിത് പിടിച്ചു കഴിഞ്ഞ സമയത്ത് അതും ഇതും തമ്മിലൊരു ബന്ധമല്ല എന്ന് പറയുമ്പോൾ അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അവരതാക്കിയപ്പോഴേക്കും മുകളിൽ ഇരുന്നിട്ട് കോടതി പറയുന്നത് വ്യക്തത അല്ലാന്ന്. ഈവൻ വീഡിയോ കാണുന്ന എല്ലാവരും എന്നോടോ അല്ലെങ്കിൽ ബാക്കി ഈ അതിജീവിതയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒരുപോലെ ചോദിക്കുന്ന ഒരു സാധനമാണ് ഇത്. എവിടെ തെളിവ്, എന്ത് തെളിവാണുള്ളത്? തെളിവുകൾ കാണിക്കുമ്പോൾ അതിന് തെളിവില്ല, വ്യക്തത അല്ല എന്ന് പറഞ്ഞിട്ട് ആനേനെ പിടിച്ച് പുലിയാക്കുന്ന പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്ത് നിങ്ങൾക്കൊന്നും തെളിവ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സീരിയസ്ലി ഞാൻ പറയാണ്, ഇത്രയും വലിയൊരു സാധനം കാണിച്ചിട്ട് വരെ തെളിവില്ല എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ ഫൈൻ, നിക്ക്, ഒരു കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ അങ്ങ് നിൽക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് പറയാണ്, മുകളിലുള്ള ദൈവത്തിന് തെളിവ് വേണ്ട. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കിട്ടേണ്ട രീതിയിൽ കിട്ടിയിട്ട് നരകിച്ചിട്ടേ പുറത്തുനിന്ന് പോകും. അതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാണും. അപ്പൊ നമുക്ക് മനസ്സിലാവും എവിടെയാണ് തെളിവ്, എന്താണിത്. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം ഞാൻ ഇത് മുറിച്ച് കീറുകയാണെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള ഇതിങ്ങോട്ട് കീറുക ചെയ്യുന്നത്. കാരണം അങ്ങനെയാണ് നമ്മൾ ഓരോ സാധനങ്ങളും കാണുന്നത്. അപ്പൊ ഒന്ന് ആ പബ്ലിക് പ്രോസിക്യൂട്ടർ എല്ലാരും കുറ്റം പറയുന്നുണ്ടല്ലോ, പല സ്ഥലത്തും പോയി മൈക്ക് എടുത്ത് വെച്ച് പറയുന്നത്, സംസാരിക്കും. അവർ പറയുന്നതിന് എന്ത് തെറ്റാണുള്ളത്? അവർ പറയുന്നതിൽ എന്ത് മിസ്റ്റേക്കാണുള്ളത്? കാരണം എല്ലാവരും അവരെയാ കുറ്റം പറയുന്നത്, അതിജീവിതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന്. അവരെന്ന് പറയുന്ന വ്യക്തി ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമത്തിന്റെ എക്സ്ട്രീം ചെയ്ത് പലതും കാണിക്കുമ്പോൾ ഒന്നുമല്ല എന്ന്, അതിനൊന്നും വ്യക്തത ഇല്ല എന്ന് പറയുമ്പോൾ അവർ കടന്നു പോകുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, ഇതിലും വലിയൊരു കോടതി മുകളിലുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുന്നത് കൺമുന്നിൽ കാണും. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.